രാവിലെ ഏട്ടനായിട്ട് വമ്പനേടി കഴിഞ്ഞ് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ആർമിയിൽ നമുക്ക് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. ബ്യൂട്ടി കോഴ്സസ്, കമ്പ്യൂട്ടർ കോഴ്സസ്, ആരി വർക്ക്, അങ്ങനെ കുറേയൊക്കെ. അതിൽ ബ്ലോക്ക് പ്രിന്റ് കോഴ്സിൻ്റെ നെയിം ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കോഴ്സാണോ, ആരോട് ചോദിച്ചിട്ടാണ് പേരിട്ട്, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. ആകെ അടിയിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, വാവ കൂടെ ഉള്ളപ്പോൾ ഒന്നിനും ആ സമ്മതിക്കാറില്ല. അതുകൊണ്ട് വാവ ഏട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയത്. ബ്ലോക്ക് പ്രിന്റും പെയിൻറ്റും മാത്രം എക്സ്പെക്ട് ചെയ്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ക്ലോത്ത് മെഷറിംഗ് ടേപ്പ് ഒക്കെ തന്നപ്പോൾ ഞാൻ അത് വണ്ടടിച്ചു. വെറുതെ പെയിൻറ്റിൽ മുക്കി പ്രിന്റ് ചെയ്യാൻ എന്തിനാണ് ഇതൊക്കെ എന്ന് ചിന്തിച്ച് ഞാൻ നോർമലി ഒരു ബ്ലോക്ക് വാങ്ങിയിട്ട് പെയിന്റിൽ ഡിപ്പ് ചെയ്ത് ക്ലോത്തിൽ ചെയ്യും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഉണ്ടോ അതാ പല ടൈപ്പ് ബ്ലോക്ക്, ബേസ് ബ്ലോക്ക്, ബോർഡർ ബ്ലോക്ക്, ഇന്നർ ബ്ലോക്ക്, പെയിന്റ് മിക്സിംഗ് ബേസ്, ട്രേ, നെറ്റ്, ക്ലോത്ത് ആകെ വണ്ടടിച്ചു. അപ്പോൾ അത് പോരാഞ്ഞിട്ട് മെഷറിങ്ങിൽ നിന്ന് കോർണറിൽ മെഷർ ചെയ്യുന്ന, സെൻട്രൽ ഡിവിഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ബ്ലോക്ക് പ്രിന്റിന്റെ ഫാബ്രിക് ഇപ്പം നമ്മളൊരു സാരിയോ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇവർക്ക് ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്തുകൂടാ, ഇതിൽ നന്നായിട്ട് ഫ്രീ ഹാൻഡിൽ നമ്മൾ ചെയ്യുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം പ്രൈസ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ബ്ലോക്ക് പ്രിന്റിങ്ങിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത്. ബട്ട് അത് ഇത്രയും ടഫായിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കേട്ടോ. ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ വർക്ക്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്.